ബിഗ് ബോസ് മലയാളം 7ാം സീസൺ സംഭവബഹുലമായി മുന്നോട്ട് പോവുകയാണ്. മുൻ സീസണുകളേക്കാൾ വ്യത്യസ്തത ഈ സീസണിനുണ്ട്. മത്സരാർത്ഥികൾക്ക് അപ്രതീക്ഷിതമായ ചില ടാസ്കുകൾ വന്നു. എല്ലാവരും തങ്ങളുടേതായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. മുൻഷി രഞ്ജിത്താണ് ആദ്യ ആഴ്ച പുറത്തായത്. മുൻ സീസണുകളിലേതുപോലെ മോഹൻലാൽ തന്നെയാണ് ഇത്തവണയും ഷോയുടെ അവതാരകൻ. മോഹൻലാലിനെയും ബിഗ് ബോസ് മത്സരാർത്ഥിയെയും കുറിച്ച് എഴുത്തുകാരി എസ് ശാരദകുട്ടി പങ്കുവച്ച അഭിപ്രായമാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. എത്ര ലജ്ജാലുവും ശാന്തനുമായ, എത്ര സുന്ദരമായ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുവാനും പ്രേക്ഷകരെ ആഹ്ലാദിപ്പിക്കുവാനും കഴിയുന്നയാളാണ് മോഹൻലാൽ. ശനിയും ഞായറും എൻ്റെ പഴയ മോഹൻലാലിൻ്റെ നാണവും ചിരിയും കാണാനായി മാത്രം ബിഗ് ബോസ് കണ്ടുപോകുന്ന ആളാണ് ഞാൻ. ഇന്നലെയും മിനിഞ്ഞാന്നും കണ്ടു. എന്തൊരു ഭംഗിയുള്ള ഷർട്ടായിരുന്നു, എത്ര മനോഹരമായ സ്ക്രീൻ സാന്നിധ്യം, എന്തു ക്ഷമയാണ്, ഫുൾ പ്ലേ ചെയ്യുന്നവരോട് പോലും എന്തൊരു മര്യാദ. മോഹൻലാൽ എങ്ങനെ ഇത്ര അലങ്കോലപ്പെട്ട് അലമുറയിട്ട് ഒരു വീട്ടിൽ കിടന്ന് മര്യാദയില്ലാതെ അലമ്പുണ്ടാക്കുന്ന ആരെയും ബഹുമാനിക്കാനറിയാത്ത, കള്ളം പറയാനും കള്ളം കാണിക്കാനും മടിയില്ലാത്ത, ലെവലേശം ലജ്ജയില്ലാത്ത ഒരു ടീമിനെ വന്ന് ക്ഷമയോടെ നേരിടാൻ കഴിയുന്നു. എത്ര പണം കിട്ടിയാലും ഇങ്ങനെയൊരു ടീമിനോട് ഇടപെടണമെങ്കിൽ ആത്മാവിനെയും ആത്മാഭിമാനത്തെയും പണയപ്പെടുത്തേണ്ടി വരുമല്ലോ. ഒന്നോ രണ്ടോ മര്യാദക്കാരെ കാണാനുണ്ടിടയിൽ. അവർ വേഗം പുറത്തേക്ക് പോകുമെന്ന് ഉറപ്പ് എന്ന് ശാരദകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ.